കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അതെ, ഇതൊരു പഴയ ചൊല്ലാണ്. ഇതിവിടെ പറയാൻ കാരണവുമുണ്ട്. കഴിഞ്ഞ ദിവസം വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും സ്വന്തം കിടപ്പറയിൽ നിന്നും ട്രംപിന്റെ പട്ടാളം തട്ടിക്കൊണ്ടുപോയ വിവരം നാം ഏവരും അറിഞ്ഞതാണ്. ആ നാട്ടിലെ സമ്പത്ത് കണ്ടിട്ടാണ് ഇതുപോലൊരു പരിപാടി ട്രംപ് കാണിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ തിരിച്ചടിക്കില്ല എന്ന ധൈര്യം തന്നെയാണ് ട്രംപിന് ഇതുപോലൊരു പ്രവൃത്തി ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാക്കി കൊടുത്തത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാജ്യങ്ങളുടെ ശക്തി അവരുടെ പ്രതിരോധ മേഖലയുടെ ശക്തി തന്നെയാണ്. നല്ലൊരു പ്രതിരോധ ശൃംഖല ആ രാജ്യത്തുണ്ടെങ്കിൽ പുറത്തുനിന്ന് പെട്ടെന്ന് കയറി ചൊറിയാൻ ധൈര്യപ്പെടില്ല. നമ്മുടെ രാജ്യത്ത് പുറത്തുള്ളവർ കയറി ചൊറിയാൻ ഭയക്കുന്നതും അതേ കാരണം കൊണ്ട് തന്നെയാണ്. യോഗ്യനായ ഒരു നേതാവും ധീരമായി പ്രവർത്തിക്കുന്ന ഒരു സൈനിക ശേഷിയും തന്നെയാണ് ഇന്ത്യയുടെ ശക്തി. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. രാജ്യം പ്രതിരോധ മേഖലയിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ കാര്യങ്ങൾ ഞാൻ മേൽ പറഞ്ഞതുപോലുള്ളവയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്ന്. ആർക്കും എവിടെയും കയറി എന്തും ചെയ്യാമെന്നുള്ള തരത്തിലാണ് വെനിസ്വേലയിലെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത്. എന്നാൽ നമ്മളെ കയറി ചൊറിഞ്ഞാൽ തിരിച്ചു പണി കിട്ടുമെന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണെന്നും ഈ ഒരു സാഹചര്യത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്. വെനിസ്വേലയിലെ പ്രസിഡന്റിനെയും ഭാര്യയെയും രാത്രിക്ക് രാമാനം ട്രംപിന്റെ പട്ടാളക്കാർ പോയി ബെഡ്റൂമിൽ നിന്നും തട്ടിക്കൊണ്ട് അമേരിക്കയിലേക്ക് പറന്ന സംഭവം ലോകത്തെ ആകെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. നോർത്ത് കൊറിയൻ നേതാവ് കിം ജോങ് ഉന്ന് ഈ സംഭവത്തിന് ശേഷം അവരുടെ പ്രതിരോധ അഭ്യാസങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. തങ്ങളെ തൊട്ടാൽ പണി കിട്ടുമെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മിലിറ്ററി എക്സർസൈസുകൾ നടത്തുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പറയുന്നത്. എന്തായാലും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നൊരു കാര്യം കൃത്യമായി നടപ്പിലാക്കിയ രാജ്യങ്ങളെ പുറത്തു നിന്നും വേഗത്തിൽ ആരും കീഴ്പ്പെടുത്താനായി വരാൻ ധൈര്യപ്പെടില്ല എന്നതാണ് ഇതിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു വലിയ വാർത്ത പുറത്തു വരികയാണ്. വെനിസ്വേല പ്രശ്നവുമായി ചേർത്ത് വായിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഇതിന് വലിയ പ്രസക്തി തന്നെയുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇസ്രായേലിൽ നിന്നുള്ള പ്രധാന പ്രതിരോധ സംവിധാനങ്ങളുടെ സംഭരണം നടത്താൻ പോവുകയാണ്. എന്തൊക്കെയാണ് ഇസ്രായേലിൽ നിന്നും നമ്മുടെ രാജ്യം ഏറ്റെടുക്കാൻ പോകുന്നത്? ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി റാംബേജ്, എയർ ലോറ, ഐസ് ബ്രേക്കർ എന്നീ മിസൈലുകളാണ് നമ്മുടെ രാജ്യം ഏറ്റെടുക്കുന്നത്. ഇവയോടൊപ്പം തന്നെ സ്പൈസ് 1000 എന്ന പ്രസിഷൻ ഗൈഡഡ് ബോംബുകളും നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ശേഖരിക്കാൻ ഒരുങ്ങുകയാണ്. ഇനി ഇവയ്ക്ക് എത്രയാണ് ചെലവ് വരുന്നത് പറഞ്ഞുതരാം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ കീഴിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ എയർ ടു എയർ മിസൈലുകൾ, അലഞ്ഞുതിരിയുന്ന യുദ്ധ ഉപകരണങ്ങൾ, അതുപോലെ തന്നെ റഡാറുകൾ, സിമുലേറ്ററുകൾ, നെറ്റ്വർക്ക് ചെയ്ത കമാൻഡ് സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുന്ന പ്രതിരോധ സംവിധാനങ്ങൾക്കായി $8.7 ബില്യൺ വമ്പൻ പദ്ധതിക്കാണ് ഇവിടെ സമ്മതം മൂളിയിരിക്കുന്നത്. 2020 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്രായേലിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രതിരോധ ഉപകരണം വാങ്ങിയത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ്. LAC അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലെ ചൈനീസ് വ്യോമ പ്രതിരോധം, അതുപോലെ തന്നെ ഇന്ത്യയുടെ അഭിമാനമായ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെതിരെ ഉപയോഗിച്ച GPS ജാമിംഗ് തന്ത്രങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ ഇസ്രായേലിൽ നിന്നും വരുത്തിയതാണ്. എന്തായാലും ഈ ഒരു നീക്കത്തോടു കൂടി ഇസ്രായേൽ ഇന്ത്യ ബന്ധം ആഴത്തിലാകും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് IAI വികസിപ്പിച്ചെടുത്ത റാംബേജ് മിസൈലുകൾ നമ്മുടെ Su-30 MKI, അതുപോലെ തന്നെ MiG-29, ജാഗ്വാർ, MiG-29K എന്നീ യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിച്ച് ഇന്ത്യൻ എയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ നേവിയുടെയും ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യം. 4.7 മീറ്റർ നീളവും 306 mm വ്യാസവുമുള്ള 570 കിലോഗ്രാം ഭാരമുള്ള ഓരോ യൂണിറ്റും ആന്റി ജാമിംഗ് സവിശേഷതകളുള്ള GPS, INS മാർഗനിർദ്ദേശവും വൈവിധ്യമാർന്ന ബ്ലാസ്റ്റ് ഗ്രൗണ്ട് പെനിട്രേഷൻ വാർഹെഡും ഉപയോഗിക്കുന്നു എന്നതാണ്. 2025 അവസാനത്തോടെ നമ്മുടെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ചേർന്ന എയർ ലോറയും ഐസ് ബ്രേക്കറും തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനായി ആവശ്യമായ പൂർണ്ണ സാങ്കേതിക കൈമാറ്റ കരാറുകൾ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇവയെല്ലാം ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കീഴിലായിരിക്കും നടപ്പാക്കുക.